ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സുനിതയുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനാണ്. സുനിതേത്ത ഇനിയെങ്കിലും അങ്ങ് നിർത്തിക്കൂടെ തനുജാടോടുള്ള പ്രശ്നം? മെലഞ്ഞാന്ന് സിംഗോ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ടാണ് ഒന്നും ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റാൻ. ഇത്താക്ക് ഇനി അങ്ങ് നിർത്തിക്കൂടെ? ഇത്ത ഇരുന്ന് പറയുമ്പോഴാണ് ഈ സനു വന്ന് ആ കുഞ്ഞിനെയും തള്ളയൊക്കെ പറയുന്നത്. അവർ എറണാകുളം വിട്ട് പോയല്ലോ, അവർ പോയ വഴി പോയി. ഇനി അവരെ അങ്ങ് വിട്ടുപിടിക്കുക. നിങ്ങൾക്കൊക്കെ അവരെ പറഞ്ഞാലേ കാശ് കിട്ടത്തുള്ളൂ. തനൂജ ഏതെങ്കിലും ലൈവിൽ വന്ന് എന്തെങ്കിലും പറയുന്ന ഉടനെ ഇത്തായാണ് ഇത്ത എന്തിനാ ഇത്ത പറയുന്നത്? അങ്ങനെ അങ്ങ് ഒരാളെ നമ്മൾ പറയരുത്. അതേപോലെ സനു മെനഞ്ഞാത്ത ലൈവിൽ പറയുന്നതായിട്ട് തനുജയുടെ കൊച്ചിനെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയത്തതുമില്ലാന്ന്. നീ മിക്ക ദിവസവും അത് തന്നെയാണ് പറയുന്നത്. വിജിരാജിനെ കൊണ്ട് കെട്ടിക്കാൻ വൃത്തി നീ പറഞ്ഞു 18 വയസ്സാവുമ്പം. പക്ഷേ ഞാനിതുവരെ കേട്ടിട്ടില്ല തനൂജ ഒരു കുഞ്ഞുങ്ങളെ പറയുന്നത്, ചീത്ത വിളിക്കത്തതുമില്ല. പക്ഷേ നീ പച്ചയ്ക്കാണ് ചീത്ത വിളിക്കുന്നത്, തള്ളയും മക്കളെയും എല്ലാവരെയും. ഈ കാണുന്ന യൂട്യൂബർമാരോട് ഞാൻ ചോദിക്കുക, ഇവളെ എന്തിനാണ് ഈ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ അവൾ നിങ്ങളെന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് ചോദിച്ചു നോക്കി, കമൻ്റ് ഇട്ട്, അവൾ അതേപോലെ തിരിച്ച് നിങ്ങളെ തന്തയും തള്ളയും ഒക്കെ വിളിക്കും. അവരെ അങ്ങ് വെറുതെ വിട്ടൂടെ? സനുവിന് അവരെ വിറ്റ കാശ് ഇഷ്ടം പോലെ കിട്ടുമോ? അതുകൊണ്ടായിരിക്കും. യൂട്യൂബ് വരുമാനം മാത്രമല്ല, സെമീറായും വൈഗയും സുനിത കാസിമൊക്കെ തരുമല്ലോ, അത് മതിയല്ലോ ജീവിക്കാൻ. തട്ടുകടയുണ്ടെന്ന് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. തട്ടുകടക്കാർക്ക് 6 മണി തൊട്ട് തുടങ്ങിയാൽ ചിലപ്പം 11 മണി വരെ ഉള്ളവരുണ്ട്, 1 മണി വരെ ഉള്ളവരുണ്ട്. ഇത് ഞാൻ നോക്കുമ്പോഴൊക്കെ 24 മണിക്കൂറും ലൈവിലുണ്ട് ഈ സാധനം. നാണമില്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങൾ. ഇനിയെങ്കിലും അങ്ങ് അടങ്ങിക്കൂടെ സ്ത്രീയെ? എല്ലാവരും കൂടെ പറയുന്നത്. കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. പാവത്തുങ്ങളെ വിറ്റ് തിന്നാതാ. ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പോയി ചാവണം, അല്ലാതെ വേറൊരാളെ വിറ്റല്ല തിന്നേണ്ടത്. നീയൊക്കെ നാണവും മാനവും ഇല്ലാത്ത ജാതികൾ.